എന്നാ ശരി, ഞാൻ വിളിക്കാം. ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? ഏട്ടത്തിയുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു ദത്തുപുത്രയെ കൊണ്ടുവന്നേക്കുന്നു. നെല്ലിശ്ശേരിയിലെ സ്വത്തിന്റെ ഒരു തരി പോലും ആ നശിച്ച ജന്തുവിന്റെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. കമ്പനിയിലല്ല. പിന്നെ അവന്തിയടുത്തെ സ്നേഹം കൂടി അഡ്വക്കേറ്റ് വെങ്കടേഷുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടാ അയാൾ എന്നെ വിളിച്ചത്. അവന്തിയടുത്തെ സ്നേഹം കൂടി ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ സ്നേഹയോട് ചോദിച്ചതാ. എന്നിട്ട് സ്നേഹം നിന്നോടൊന്നും പറഞ്ഞില്ലേ? എങ്ങോട്ടാ പോകുന്നതെന്ന് പിന്നാലെ അറിയുമെന്ന് മാത്രം അവൾ എന്നോട് പറഞ്ഞത്. സ്നേഹ പറഞ്ഞതും ഇപ്പൊ അവര് വക്കീലിനെ കണ്ടതും വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. ഇതിനെല്ലാം അവളെ ഉപദേശിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത് ഏട്ടത്തിയാ. അത് എന്തിനായിരിക്കുമെന്ന് മോൾക്ക് വല്ല ഊഹമുണ്ടോ? എനിക്കതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നുമില്ല. പക്ഷേ വക്കീലിനെ കണ്ടത് അത്ര നല്ല ഉദ്ദേശത്തിലായിരിക്കില്ല. അവരുടെ ഉദ്ദേശം എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നെല്ലിശ്ശേരിയിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ തീരുമാനിച്ചത് നടപ്പാക്കാൻ എനിക്കറിയാം. നോക്കി അവി നോക്കി എന്താണ്ട് ഓ ഓ ഓ ദേ 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 ആ ഐ ഐ യു യു കളിച്ചു കളിച്ചു. താൻ ഷർട്ട് അയൺ ചെയ്തായിരുന്നു? ചെയ്തല്ല, ഞാൻ എടുത്തുതരാം. ഇവിടെ കിടക്ക് കേട്ടോ. അമ്മ അച്ഛന് ഷർട്ട് എടുത്തു കൊടുക്കട്ടെ. സച്ചേട്ടാ ഓക്കെ. ആഹാ, എന്റെ മോള് കമിഴ്ന്നെടുത്ത് കളിക്കാനൊക്കെ തുടങ്ങിയല്ലേ? ഇനി വേണം മുട്ടിലഴിയാനും നടക്കാനും ഒക്കെ. അർച്ചന, സന്ദീപന്റെ മോളും ഈ മോളും ഒരു ദിവസം ജനിച്ചല്ലേ? അവളിതുവരെ കമിഴ്ന്ന് വീണില്ലല്ലോ.
അവളും താമസിയാതെ ഇങ്ങനെയൊക്കെ ആവും. സച്ചേട്ടാ, സച്ചേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ. ആ. ഈ മോളെയും മാലുമോളെയും ഇങ്ങനെ ഒരു കാര്യത്തിലും താരതമ്യം ചെയ്യരുത്. അത് സന്ദീപ് ആദരവ് കേട്ടാ അവർക്കത് വിഷമാവും. ആ ഏയ്, ഞാൻ അങ്ങനെ മറ്റൊരു രീതിയിൽ പറഞ്ഞതല്ല. എങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞാൽ വിഷമമെങ്കിൽ സോറി. വിഷമമൊന്നും ആയില്ല. അല്ല, സച്ചേട്ടൻ ഓഫീസിലേക്ക് പോകുന്നില്ലേ? ആ, പിന്നെ പോവാതെ. അച്ഛൻ പോയിട്ട് വേണം നമുക്കൊന്ന് കുളിക്കാൻ, അല്ലേ മോളെ? പോയിട്ടരാ. എന്റെ പൊന്നു മോളെ, കുളിക്കണ്ടേ? ഇങ്ങോട്ട് നോക്കി. കുളിക്കണ്ടേ? ഓ ഓ, ഓ. നമുക്ക് കുളിക്കാമേ. അയ്യോ, അമ്മ സോപ്പ് എടുക്കാൻ മറന്നുപോയല്ലോ മോളെ. അനഘേ, അനഘേ, മോളിവിടെ കിടക്കേ, അമ്മ ഇപ്പൊ എടുത്തിട്ട് വരാവേ, കേട്ടോ? മോള് കമഴ്ന്ന് ഈ വെള്ളത്തിൽ തന്നെ വീഴണേ. അയ്യോ, മോളെ, മോളെ. കുഞ്ഞു വല്ലാതെ പേടിച്ചു പോയല്ലേ ഏട്ടത്തി? അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ കുഞ്ഞ് ആ ബക്കറ്റ് വീഴുമായിരുന്നു.
കുഞ്ഞിനെ ഏട്ടത്തി ദൂരെ മാറ്റിയല്ലേ കിടത്തിയത്? പിന്നെ എങ്ങനെ കുഞ്ഞ്? അതാ എനിക്ക് മനസ്സിലാവാത്ത. അർച്ചന ഏട്ടത്തി, ഇത് മനഃപൂർവ്വം കുഞ്ഞിനെ അങ്ങോട്ടെടുത്ത് മാറ്റി കിടത്തിയത് തന്നെ. ആര്? കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ അങ്ങനെ എന്തെങ്കിലും കണ്ടോ? ഞാൻ റൂമിലേക്ക് പോകുന്ന സമയത്ത് ചേച്ചി കുഞ്ഞ് കിടക്കുന്നിടത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. വെള്ളത്തിൽ വീഴാൻ തക്കവണ്ണം കുഞ്ഞിനെ മാറ്റിക്കിടത്തിയത് ഇനി ചേച്ചിയാണെങ്കിലോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് ഏട്ടത്തി. നീ മോളെ ഒന്ന് പിടിച്ചേ. എന്നോട് അവരെന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും. പക്ഷെ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ചാ അത് ഞാൻ പൊറുക്കില്ല. സത്യം എന്താന്ന് എനിക്കറിയണം. നീ എന്തിനാ വാതിലടച്ച്? ഞാൻ ഈ വീട്ടിൽ വന്ന നാൾ മുതൽ നിങ്ങൾ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയതാ. ഇതുവരെ ഞാനത് കണ്ടില്ല എന്നടിച്ചു. പലതും ഞാൻ അവഗണിച്ചു. നന്ദന്റെ ഭാര്യ എന്ന പരിഗണനയെ പലതും ഞാൻ വിട്ടു കളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നിന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാ നിങ്ങളെ ഞാൻ ജീവനോടെ വച്ചേക്കില്ല. നിന്റെ കുഞ്ഞോ? അതിന് നീ എപ്പോഴാ പ്രസവിച്ചത്? പ്രസവിച്ച മാത്രമേ അമ്മയാവൂന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? സാധാരണ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി പ്രസവിക്കുമ്പോൾ അമ്മയാവും. എൻ്റെ അറിവിൽ നീ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. നിനക്ക് ഈ ജന്മം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഇവിടെ ഇപ്പം ആർക്കാ അറിയാത്തത്? നിന്നെ പരിശോധിച്ച ഡോക്ടർമാർ തന്നെ അതിനുള്ള സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട്. അത് ഈ വീട്ടിലെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. പിന്നെ എങ്ങനെയാ നീ അമ്മയായത്? നിർത്ത. 10 മാസം വയറ്റിൽ ചുമന്നതുകൊണ്ട് ഒരു സ്ത്രീയും ഇതുവരെ അമ്മയായിട്ടില്ല. അതിന് കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, അതിന് താരാട്ട് പാടി ഉറക്കണം. സ്വന്തം കുഞ്ഞിന്റെ കയ്യോ കാലോ വളരുന്നത് നോക്കി ഓരോ നിമിഷം ജീവിക്കുന്നവരാ അമ്മമാര്. അല്ലാതെ ജന്മം കൊടുത്തതുകൊണ്ട് മാത്രമേ അമ്മയാകൂ എന്നൊന്നുമില്ല. കർമ്മം കൊണ്ടും അമ്മയാവാൻ പറ്റും. എന്നെ ഇത്രയും കുറ്റം പറയുന്ന നിങ്ങൾക്ക് ഇതുവരെ അമ്മയാവാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഇതുവരെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാതിരുന്നേ? അതിന്റെ പേരിൽ ഇന്ന് വരെ ഈ വീട്ടിൽ ആരെങ്കിലും ഒരു വാക്കുണ്ടെങ്കിലും നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിന്റെ പേരിലാ നിങ്ങൾ ഇങ്ങനെ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നേ? ഇത് നല്ല കഥയായി. നിന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നോ? ആരായി കള്ളമൊക്കെ പറഞ്ഞു തന്നത്? ഒരു പൊടിക്കുഞ്ഞിനെ ദ്രോഹിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എന്റെ കുഞ്ഞിനെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? കുഞ്ഞിന്റെ അരികിൽ നിങ്ങൾ നിൽക്കുന്നത് കണ്ടവരുണ്ട്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ കുഞ്ഞിനെ വെള്ളത്തിലെടുത്തിട്ട് കൊല്ലാൻ നോക്കിന്നോ? പിന്നെ നീ വളർത്തുന്ന കുഞ്ഞല്ലേ, ഏത് വെള്ളത്തിലിട്ടാലും അത് നീന്തി കരയിൽ കയറിക്കോളൂ. അല്ലാതെ അത്ര പെട്ടെന്നൊന്നും ചാവാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി നീ ഓർത്തോ, ആ കുഞ്ഞ് ഒരുപാട് കാലം ദീർഘായുസോടെ ഈ വീട്ടിൽ ജീവിക്കുന്ന നീ കരുതണ്ട. അധിക നാള് അതിന്റെ കയ്യിലും ഉണ്ടാവില്ല. നീ എന്ത് കരുതി? എവിടെ നിന്ന് ഒരു ദരിദ്രവാസിയുടെ കുഞ്ഞിനെ കൊണ്ട് വളർത്തിയിട്ട് അമ്മ വേഷം കെട്ടാന്നോ? എന്നിട്ട് ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാന്നോ? നടക്കില്ല. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ഞാൻ സമ്മതിക്കില്ല. നെല്ലിശ്ശേരിയിൽ ഈ കുഞ്ഞ്
അത് വളരാനും ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ എനിക്ക് ഉറപ്പായി എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ തന്നെയാ. ആണെങ്കിൽ നീ കൂടെ കേസ് കൊടുക്ക. മര്യാദയ്ക്ക് എന്നെ വിടാനാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോവില്ല. അല്ലാതെ തന്നെ നിങ്ങളെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. മേലിൽ നിന്റെ കുഞ്ഞിന്റെ 7 അയലത്ത് വന്നോണ്ടല്ലോ, ജീവനോടെ ഞാൻ നിങ്ങളെ ഈ മുറിയിൽ കെട്ടിത്തൂക്കും. ഇവള് തന്നെ ആയിരിക്കും അർച്ചനോടെല്ലാം പറഞ്ഞു കൊടുത്തത്. അവളെന്നെ കൊല്ലും പോലും. നീ നോക്കിക്കോ അർച്ചനെ, മറ്റേത് കുഞ്ഞിനെ നീ കൊണ്ടൊന്ന് വളർത്തിയാലും ഈ കുഞ്ഞിനെ നിന്റെ കുഞ്ഞായി വളർത്താൻ ഞാൻ ഈ ജന്മത്തെ സമ്മതിക്കില്ല. ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ വിധി ഞാൻ തീരുമാനിച്ചതാ. അത് ഞാൻ നടത്തും. ഇനി അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. വക്കീലിരിക്കും. ഓക്കെ, ശരി സാർ. എന്തായി വക്കീലെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം എഴുതി തയ്യാറാക്കിയോ? എങ്കിൽ വേഗം തന്നെ അടുത്ത പ്രൊസീഡിങ്സ് ചെയ്യാം. അതിലൊരു തടസ്സമുണ്ട് സാർ. തടസ്സോ? എന്ത് തടസ്സം? കുഞ്ഞുങ്ങളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതാൻ പറ്റില്ലെന്നും അത് തനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് സാറിൻ്റെ മകൾ കൊടുത്ത കേസിൽ കോടതിയിൽ നിന്ന് സ്നേഹയുടെ വക്കീൽ സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. കേസ് പിൻവലിച്ച് സ്റ്റേ റദ്ദ് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. കേസ് വർഷങ്ങൾ നീണ്ടുപോവുകയും ചെയ്യും. അത് പറയാനാ ഞാൻ വന്നത്. സാറൊന്ന് മോളെ പറഞ്ഞു മനസ്സിലാക്കിയ വളരെ ഉപകാരമായിരിക്കും. സ്നേഹേ, സ്നേഹേ. ഈ വക്കീല് പറയുന്നതൊക്കെ ശരിയാണോ? വക്കീൽ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങളുടെ പേരിൽ സ്വത്ത് എഴുതി കൊടുക്കുന്നതിന് ഞാൻ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയ കാര്യമാണെങ്കിൽ വക്കീൽ അച്ഛനോട് പറഞ്ഞത് ശരിയാ. സ്നേഹേ, ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നതല്ലേ അത് നടക്കില്ല എന്നും ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ വേണ്ടത് ചെയ്യുമെന്നും. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. അച്ഛൻ തന്നെ തീരുമാനിക്കേ, പക്ഷെ അത് മറ്റാർക്കും ഉപദ്രവമാകുന്ന തീരുമാനം ആവരുതെന്നേ ഉള്ളൂ. സ്നേഹ, നീ എന്തൊക്കെയാ അച്ഛനോട് പറയുന്നത്? നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അച്ഛനോട് പറയുന്നത്. ഞാൻ അച്ഛനോട് സ്വത്ത് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് പൊള്ളുന്ന എന്തിനാ? അതൊന്നും കിട്ടില്ലെന്ന് അറിയുമ്പോൾ സമനില തെറ്റുന്നുണ്ടോ? എന്റെ സമനിലയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അച്ഛനോട് നിന്നോടും പറഞ്ഞതാ എന്റെ മോൾക്കൊന്നും വേണ്ടാന്ന്.
കണ്ടോ അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. ഇപ്പൊ സ്നേഹ പറയുന്ന കേട്ടോ? സ്നേഹേ, അർച്ചനയോ ആതിരയോ എന്നോടൊന്നും പറഞ്ഞിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിനക്കുണ്ടെങ്കിൽ അത് നീ മാറ്റണം. എന്റെ ഇഷ്ടത്തിനാ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അത് അതുപോലെ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ നിർബന്ധം പിടിക്കുന്നതാ അച്ഛാ പ്രശ്നം. അച്ഛന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നതേ ഇനി അങ്ങോട്ട് നടക്കുന്ന കാര്യമല്ല. ഈ നാട്ടിലെ കോടതി നിയമമൊക്കെ ഉണ്ട്. അച്ഛന്റെ ഇഷ്ടങ്ങൾ ഞാൻ തള്ളി പറയുന്നതല്ല. അച്ഛൻ ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എന്റെ തീരുമാനം.